നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 25 കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിന്റെ മോക്ക് ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വിവിധ സർക്കാർ പദ്ധതികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വീടുകളിൽ ഒറ്റയ്ക്കായി പോയ മുതിർന്നവർക്ക് മാനസിക പിന്തുണയും സാന്ത്വനവും നൽകുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്? ചോദ്യം എന്താണ്? വീടുകളിൽ ഒറ്റയ്ക്കായി പോയ മുതിർന്നവർക്ക് മാനസിക പിന്തുണയും സാന്ത്വനവും നൽകുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സല്ലാപം. സല്ലാപം പദ്ധതി എന്താണ്? വീടുകളിൽ ഒറ്റയ്ക്കായി പോയ മുതിർന്നവർക്ക് മാനസിക പിന്തുണയും സാന്ത്വനവും നൽകുന്നതിനായി കേരള സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സല്ലാപം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, പരിരക്ഷ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്, ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, അൻപ്. അൻപ് എന്ന് പറയുന്ന ക്യാമ്പയിൻ എന്തിനാണ്? ഭൗതിക വെല്ലുവിളികളെ കുറിച്ചും അത് നേരിടുന്നവരെ കുറിച്ചും സമൂഹത്തിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കാനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് അൻപ്. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കടലിലെയും തീരത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? കടലിലെയും തീരത്തെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശുചിത്വ സാഗരം സുന്ദരതീരം. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി എന്താണ്? ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹാപ്പി ലോങ് ലൈഫ്. ഹാപ്പി ലോങ് ലൈഫ് ആണ് ക്യാൻസർ രോഗികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പുതിയ പദ്ധതി. അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ ഏതാണ്? ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അതാണ് ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായിട്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ പ്രതിരോധ ക്യാമ്പയിൻ. അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കേരള ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കേരള ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മഞ്ജു വാര്യർ ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസിഡർ. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. അങ്കണവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. അംഗൻവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുഞ്ഞൂസ് കാർഡ്. ഒരു കാർഡാണ്, കാർഡിന്റെ പേരെന്താണ്? കുഞ്ഞൂസ് കാർഡ്. കുഞ്ഞൂസ് കാർഡാണ് അംഗൻവാടി കുട്ടികളുടെ ശാരീരികവും ബൗദ്ധികവുമായ വളർച്ച പ്രായാനുസൃതമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. ഒമ്പതാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ
സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. എന്താണ്? സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. ക്ലിയർ ആയല്ലോ? നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, IA एक साथ सीखे. IA एक साथ सीखे. നമുക്കൊന്നിച്ച് പഠിക്കാമെന്നാണ് അതിനർത്ഥം വരുന്നത്. അപ്പോൾ ഇതാണ് അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ അംഗൻവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യമാണ്, കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജ്യോതി. ജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്തിനാണ്? കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളെ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജ്യോതി. അടുത്തത് നമ്മുടെ 12ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? കേരളത്തിലെ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ചു വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുജലം സുലഭം. സുജലം സുലഭം എന്താണ്? കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുമ്പോൾ അമിതമായ നിരക്കും അതുപോലെ തന്നെ മറിച്ചു വിൽപ്പനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സുജലം സുലഭം. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്, പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതിയുടെ പേരെന്താണ്? പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന ലോക പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവൻ. അല്ലേ? ജീവൻ പദ്ധതി എന്താണ്? പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതിയുടെ പേരാണ് ജീവൻ. ഇതെന്നാണ് ആരംഭിച്ചത്? ലോക പരിസ്ഥിതി ദിനത്തിന്റെ അന്നാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച് പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്രീൻ ദി ഗ്യാപ്പ്. ഓക്കെ, പച്ചമതിൽ തീർക്കുന്നതിനായി ഹരിത കേരള മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. 15ാമത്തെ ചോദ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെ സ്മാർട്ട് പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ കുഞ്ഞു ചാനലും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും തുടർന്ന് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്കും ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് എക്സാമൊക്കെ അടുത്ത് വരുവാണ്. കൂടുതൽ കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകളും സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യണമെന്നാണ്. എല്ലാത്തിനും എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയേ പറ്റൂ. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ തന്നെ PSC പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യം നോക്കാം. കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ
മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികാസം ലക്ഷ്യമിട്ട് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കൂടെയുണ്ട് കരുത്തേകാൻ അല്ലേ. എന്താണ് പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, കൂടെയുണ്ട് കരുത്തേകാൻ. 17ാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. സംസ്ഥാനത്ത് പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫോക്കസ് ബ്ലോക്ക്. എന്താണ്? ഫോക്കസ് ബ്ലോക്ക് ആണ് സംസ്ഥാനത്ത് പാലുൽപാദനത്തില് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്തത്, ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച ഭവന പദ്ധതി ഏതാണ്? ഏത് വിഭാഗത്തിന്റെയാണ്? ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെയാണ് കേട്ടോ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സുഭദ്രം ഭവന പദ്ധതി. എന്താണ്? സുഭദ്രം ഭവന പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സാമൂഹിക പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. 19ാം ചോദ്യം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ നഗരങ്ങളിലും പുറത്തുമായി ചിതറിക്കിടക്കുന്ന ഇടങ്ങളിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാർ പദ്ധതി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഐശ്വര്യ ഗ്രാമം. എന്താണ്? ഐശ്വര്യ ഗ്രാമം. 20ാമത് ചോദ്യം, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാമ്പുകളെക്കുറിച്ചും പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകാൻ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാമ്പുകളെക്കുറിച്ചും പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഏത് വകുപ്പാണ്? വനം വകുപ്പാണ് ആരംഭിച്ചത്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർപ്പപ്പാടം. സർപ്പപ്പാടമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാമ്പുകളെക്കുറിച്ചും പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണം നടത്താൻ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്, ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടപ്പാക്കുന്ന ക്യാമ്പയിൻ. ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? ഒരു ഓപ്ഷൻ ബി ആണ്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എന്താണ്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്, ആദിവാസി കുട്ടികളെ അവരുടെ മാതൃഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി. ആദിവാസി കുട്ടികളെ അവരുടെ മാതൃഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഠിപ്പുരസി. പഠിപ്പുരസി എന്താണ്? ആദിവാസി കുട്ടികളെ അവരുടെ മാതൃഭാഷയിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ട് പൊതുധാരയിൽ എത്തിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പുരസി. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. 23, 24 ഒരുമിച്ച് അടുത്തത് 2 ചോദ്യങ്ങളുണ്ട്. 23ാമത്തെ ചോദ്യം, കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഒരു ഓപ്ഷൻ ബി ആണ്, സ്നേഹം. അടുത്ത ചോദ്യം നോക്കുക, പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആയിരുന്നു, ഇപ്പോൾ പഠിച്ചത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയാണ്. രണ്ടും എന്തിനാണ്? കുട്ടികളുടെ ശാരീരിക മാനസിക സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഒരു ഓപ്ഷൻ സി ആണ്, അക്ഷരം ആരോഗ്യം. അക്ഷരം ആരോഗ്യമാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്നത്. ആരോഗ്യ കുടുംബക്ഷേമം ആയ കാരണം അക്ഷരവും ഉണ്ട്, അതുപോലെ തന്നെ ആരോഗ്യവും എന്നുള്ള പേര് കൂടെ അതിൻ്റെ അകത്ത് കൂടപ്പെടുത്തി. ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്നത് എപ്പോഴും കുറച്ച് സ്നേഹത്തിലായതുകൊണ്ട് തന്നെ അവരുടെ പദ്ധതിയുടെ പേര് സ്നേഹം എന്നാണ്. അപ്പോൾ 2 പദ്ധതികൾ സെയിം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വിഭാഗം വകുപ്പുകൾ നടപ്പിലാക്കുന്നു അല്ലേ. അപ്പോൾ 2 പദ്ധതികളെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് സ്നേഹം, ഒന്ന് അക്ഷര ആരോഗ്യം.
ഒരെണ്ണം പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിലാക്കുന്നത്, ഒരെണ്ണം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. നമുക്കിനി ലാസ്റ്റ് ചോദ്യം നോക്കാം. 25ാമത്തെ ചോദ്യമാണ്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. അപ്പൊ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അക്ഷരോന്നതി. എന്താണ്? അക്ഷരോന്നതി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 25 ചോദ്യങ്ങള്. ഇപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം അറിയാവോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കേട്ടോ. നമുക്ക് വീണ്ടും അടുത്തൊരു മോക്ക് ടെക്സ്റ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിൻ്റെയാണ് മോക്ക് ടെക്സ്റ്റ് വേണ്ടതെന്ന് കമന്റ് ബോക്സിൽ പറയുവാണെങ്കിൽ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് മോക്ക് ടെക്സ്റ്റുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.